അപ്പോൾ കൂട്ടുകാരെ നമസ്കാരം. പതിവ് ജോലികൾ എന്നത്തെയും പോലെ ആരംഭിക്കുകയാണ്. ചായ ഇടുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഇവിടെ ഞാൻ ഒരുവിധം സുഖമായിരിക്കുന്നു. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കൂളിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. മരങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അതുകൊണ്ട് നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഡിസംബർ മാസമായില്ലേ, തണുപ്പാകും. പണ്ട് കാലത്ത് എൻ്റെ കുഞ്ഞിലെ എങ്ങനെയായിരുന്നെന്നറിയാമോ? പിന്നെ കൊച്ചിലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തണുപ്പ്. ഇന്നത്രയും തണുപ്പില്ല. അന്നൊക്കെ ആണെങ്കിൽ തലേ ദിവസം കരിയില വാരിക്കൂട്ടി എല്ലാം വാരിക്കൂട്ടി എടുത്ത് കൂന കൂട്ടി വെച്ചേക്കും. രാവിലെ വെളുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പ് കൂടുമല്ലോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിന്നിട്ട് എൻ്റെ അപ്പന്, അതായത് അച്ഛന്, ക്രിസ്ത്യൻസ് അപ്പനെന്നൊക്കെ പറയാൻ, ഹിന്ദുസ് അച്ഛനെന്നല്ലേ പറയും. അതെ, ഞങ്ങളുടെ അപ്പനാര് ഉള്ളപ്പോഴേ കത്തിക്കും, തീ കത്തിക്കും. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി വട്ടത്തിൽ നിൽക്കും. തീയെ ആളി കത്തുമ്പോൾ വട്ടത്തിൽ നിൽക്കും. അത് കഴിഞ്ഞ് അണയുമ്പോൾ അതിൻ്റെ അരിയേ ഇരിക്കും. ഇപ്പോഴേ ഏത്തക്ക ചിലപ്പം കാണും, ചേമ്പ് കാണും, കപ്പ കാണും, മധുരക്കിഴങ്ങുണ്ടല്ലോ അത് കാണും. പിന്നെ വള്ളിയേൽ പടർന്ന പണ്ട് ഒരു കിഴങ്ങുണ്ടായിരുന്നു, കൊച്ചു കിഴങ്ങ്, കൊച്ചു മധുരക്കിഴങ്ങ്. അതൊക്കെ കാണും. അതല്ലേ ഇതിൻ്റെ അകത്തിടും. എൻ്റെ അച്ഛനെ ഞാൻ അച്ചായനെന്നായിരുന്നു വിളിച്ചത്. ഞങ്ങളുടെ അച്ചായനെ ചുട്ടു തരും. ആ കഴിച്ച കാലമൊക്കെ ഈ സമയത്ത് ഓർക്കും. ഇപ്പം കൂട്ടുകാരോട് സമയം പറഞ്ഞ് ഞാൻ ചുമ്മാ എൻ്റെ പഴയകാല കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുകയാണല്ലേ. ഇപ്പം ചായ കുടിക്കാം. അപ്പോഴേ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം തലേദിവസം അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പാലപ്പം ഉണ്ടാക്കി. പിന്നെ ഒരു മുട്ടക്കറി വെച്ചു. ഇപ്പോഴേ കുറച്ച് പച്ചക്കറി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പച്ചമുളകും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് വയ്ക്കാനായി മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് അതവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ പറിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് പുകപ്പുര കത്തിക്കാനുള്ള വിറകൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ എപ്പോഴും മരം മുറിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. കാരണം ഒരുപാട് മരങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഇത്. അപ്പോൾ ഓരോരുത്തരും മരം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. എന്നാണ് മരം വെട്ടണ്ട എന്ന് സ്റ്റോപ്പാക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പറമ്പിലെ ആഞ്ഞിലി, പ്ലാവ്, അങ്ങനെ അൽബീസിയ അങ്ങനെയുള്ള മരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും വെട്ടുന്നത് മുറിക്കുന്നതും വിഷുമാള് കൊണ്ട് മുറിക്കുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള വിറകൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഇവിടെയാണ്. കുറച്ച് വിറക് പറക്കാൻ ഞാൻ വന്നതാണ്. വിറകെടുത്തുകൊണ്ട്
അടുപ്പിൽ തീ കത്തിക്കുന്ന കാര്യമാണ് പാട്. വിറകൊക്കെ കൊണ്ടുവന്ന് പതിവ് പോലെ ഉച്ചക്കത്തേക്ക് നമുക്ക് ആഹാരം തയ്യാറാക്കണമല്ലോ. അടുപ്പ് കത്തിക്കുകയാണ്. അതിനുശേഷം കഞ്ഞിക്ക് വേണ്ടി വെള്ളം വയ്ക്കും. തീയൊക്കെ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ച് വെള്ളമൊക്കെ ചൂടായപ്പോഴേ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് പച്ചക്കപ്പ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് അത് ഞാൻ അരിഞ്ഞ് അടുപ്പത്തോട്ട് ഇട്ടു. ഇപ്പോഴേ ഈ സമയം നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു അരപ്പ് തയ്യാറാക്കി. അതായത് തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തു. കപ്പയിലേക്ക് ഇട്ടു. കപ്പ വെന്ത് അരപ്പും കൂടെ ഒന്ന് വെന്ത് വറ്റിയപ്പോൾ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മീൻ തോരനാണ്. ചെറിയ മത്തി തോരൻ വെക്കുകയാണ് ഞാൻ. അതിന് വേകാറൊക്കെ ആയി. ചോറിലൊഴിക്കാൻ ചേമ്പ് കറി, പിന്നെയും തേങ്ങയും വെളുത്തുള്ളി, ജീരകവും പച്ചമുളക് വേണമെങ്കിൽ ഒരെണ്ണം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചൊഴിക്കണം. പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ പോവുകയാണ്. മൊത്തം കൂടെ അങ്ങിടാം. രണ്ട് പച്ചമുളക് കൂടെ അരിഞ്ഞിടണം. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ പച്ചമുളക് മാത്രമേ ഇടത്തുള്ളൂ. ചില ദിവസങ്ങളിലാണെങ്കിൽ ചതച്ച മുളകുണ്ടെങ്കിൽ കൈവശം ഉണ്ടെങ്കിൽ അതിടും. ഇന്ന് എൻ്റെ കയ്യിൽ ചതച്ച മുളക് ഇല്ല, അതുകൊണ്ട് പച്ചമുളക് ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടില്ല. ഇതൊന്ന് വഴന്ന് മുക്കാൽ ഭാഗം ആകുമ്പോഴേ ഞാൻ ഉപ്പിടാറുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു പശപ്പുണ്ടല്ലോ, അതങ്ങ് കൂടുതലങ്ങ് തെറ്റും ഇത് കിടന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഏകദേശം വഴന്ന് കഴിയുമ്പോഴേ ഉപ്പിടത്തുള്ളൂ. വഴന്നിട്ടില്ല, അത് കഴിഞ്ഞ് ഉപ്പിടാം. ചോറിലൊഴിക്കാൻ ഞാൻ ചേമ്പ് കറിയാണ് വെച്ചത്. കടുവൊക്കെ വറുത്ത് വെച്ചേക്കുകയാണ്. ഇത് ചോറിലൊഴിക്കാൻ നല്ല ടേസ്റ്റായ ഒരു കറിയാണിത്.